നമസ്കാരം. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചതിനെതിരെ നടി കസ്തൂരി ശങ്കർ സ്വന്തം കുടുംബത്തെ നോക്കാതെ വ്യാജമദ്യം കുടിച്ചു മരിച്ച ആളുകൾക്ക് എന്തിനാണ് ധനസഹായം നൽകുന്നതെന്ന് നടി ചോദിക്കുന്നു. എക്സ് അക്കൗണ്ടിലൂടെയാണ് നടിയുടെ വിമർശനം. മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ലക്ഷം ഏതെങ്കിലും കായിക താരത്തിനോ യുദ്ധത്തിൽ വീരചരമം അടഞ്ഞവർക്കോ ശാസ്ത്രജ്ഞനോ കർഷകർക്കോ ആണോ നൽകുന്നതെന്ന് കസ്തൂരി ചോദിച്ചു. കുടുംബത്തെ ഉപേക്ഷിച്ച് കള്ളച്ചാരായം കുടിച്ച് മരിച്ചവർക്കാണ് തുക നൽകുന്നത്. ഈ മോശം ദ്രാവിഡ മോഡലിൽ 10 ലക്ഷം രൂപ സമ്പാദിക്കാൻ അധ്വാനിക്കേണ്ട ആവശ്യമില്ല, നല്ല മദ്യപാനിയായാൽ മതിയെന്നും കസ്തൂരി വിമർശിച്ചു. ദയവായി കുടിക്കരുതെന്ന് മറ്റൊരു പോസ്റ്റിലും കസ്തൂരി ആവശ്യപ്പെടുന്നു. മദ്യാസക്തി ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും മാന്യത കവർന്നെടുക്കുന്നുവെന്നും കസ്തൂരി അഭിപ്രായപ്പെട്ടു. കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുന്നതിന്റെ ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം നശിപ്പിച്ച് കുടുംബം തകർത്ത് അന്തസ്സില്ലാത്ത മരണം വരിച്ചു എന്നും അവർ ചിത്രത്തിനൊപ്പം കുറിക്കുകയും ചെയ്തു. അതേസമയം കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55ആയി. 115 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. 20-ലധികം പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും മറ്റു മന്ത്രിമാരും സന്ദർശിച്ചിരുന്നു. ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച CBCID അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വ്യാജമദ്യ ദുരന്തത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സ്റ്റാലിൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. കള്ളക്കുറിശ്ശിയിലെ ആശുപത്രിയിലേക്ക് കൂടുതൽ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വേണ്ടത്ര മരുന്നുകളുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ മരുന്നുകൾ ഉടൻ എത്തിക്കാൻ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. വ്യാജമദ്യ വിതരണം ചെയ്ത ഗോവിന്ദരാജിന്റെ സംഘത്തിന്റെയും പക്കൽ നിന്ന് 200 ലിറ്റർ മെഥനോളും പിടിച്ചെടുത്തിട്ടുണ്ട്. മെഥനോൾ കൊണ്ടുവന്നത് പുതുശ്ശേരിയിൽ നിന്നാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും 3 മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. വ്യാജമദ്യ ദുരന്തം അന്വേഷിക്കാനായി CBCID വിവിധ സംഘങ്ങളായിട്ടാണ് CBCID കേസ് അന്വേഷിക്കുക. മാരകമായ മെഥനോൾ ചാരായത്തിൽ അടങ്ങിയിരുന്നുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് ധനസഹായമായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ദുരന്തം നിസ്സാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനമുയർത്തിയ മദ്രാസ് ഹൈക്കോടതി അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം പലതവണ വ്യാജമദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും മുൻകരുതൽ നടപടികളെടുക്കാത്ത തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഇന്നലെ മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷം ചെങ്കൽപ്പേട്ടിലും വിളുപുരത്തും നടന്ന വ്യാജമദ്യ ദുരന്തത്തിൽ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ എവിടെയെന്നും കോടതി ചോദിച്ചു. അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമാകുന്നത് മനുഷ്യജീവനുകളാണെന്നും കോടതി പറഞ്ഞു. അടുത്ത ബുധനാഴ്ചയ്ക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായി സത്യവാങ്മൂലം നൽകാനും കോടതി ഉത്തരവിട്ടു. അതിനിടെ തമിഴ്നാട് വെട്രിക്കഴകം അധ്യക്ഷനും സൂപ്പർ താരമായ വിജയ് ഇന്നത്തെ തന്നെ പിറന്നാൾ ആഘോഷങ്ങളും മാറ്റിവെച്ചു. ആ പണം കള്ളക്കുറിശ്ശിയിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകണമെന്ന് ആരാധകരോട് വിജയ് പറഞ്ഞു. പട്ടാളി മക്കൾ കക്ഷി അൻപുമണി രാംദോസും ഇന്നലെ ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടിരുന്നു. കള്ളക്കുറിശ്ശിയിലെ കരുണാപുരം ഗ്രാമത്തിലെ തെരുവുകളിൽ നിന്നുയരുന്ന കരച്ചിൽ തമിഴകത്തെ ഒന്നാകെ ചുട്ടുപൊള്ളിക്കുകയാണ്. വ്യാജമദ്യം കഴിച്ചവർക്ക് ചൊവ്വാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ആരോഗ്യ പ്രശ്നങ്ങളാണ് രാത്രിയോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയത്. 4 പേരായിരുന്നു ദുരന്തത്തിൽ ആദ്യം മരിച്ചത്. അടുത്ത ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഉയർന്നതായി ആശുപത്രികളിൽ നിന്ന് അറിയിപ്പുകൾ ലഭിച്ചതോടെ ദുരന്തം ഭയപ്പെട്ടതിലും വലുതാണെന്ന് തമിഴകം തിരിച്ചറിയുകയായിരുന്നു. തലസ്ഥാനമായി ചെന്നൈയിൽ നിന്ന് 240 കിലോമീറ്ററോളം അകലെയാണ് കള്ളക്കുറിശ്ശി. വ്യാജമദ്യ വിൽപ്പന വ്യാപകമായിരുന്നുവെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. ഇത്തരക്കാർക്കെതിരെ പോലീസ് നടപടിയെടുത്തില്ല. മരിച്ചവരിൽ ഏറെയും ദിവസവേതനക്കാരാണ്. ഇവർക്ക് ടാസ്മാസ്ക് അഥവാ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വാങ്ങാൻ പണമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജമദ്യ ലോബിയെ ആശ്രയിക്കുകയാണ് പതിവ്. 2 കേന്ദ്രങ്ങളിൽ നിന്ന് വിറ്റ മദ്യം കുടിച്ചവരാണ് മരിച്ചു വീണത്.